വലയിൽ ഒന്നും കയറിയില്ലെങ്കിലും വല കഴുകി വൃത്തിയാക്കുന്ന പത്രോസ്. ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ ഒരു രാത്രി മുഴുവനും പത്രോസ് വല വീശി. ഒന്നും വലയിൽ അകപ്പെട്ടില്ല. പ്രഭാതത്തിൽ ആ വലയിൽ ഒന്നും കയറാതിരുന്നിട്ടും വീശിയപ്പോൾ വീണ മണ്ണും അഴുക്കും കഴുകി വൃത്തിയാക്കി ആ വല മടക്കി ഒതുക്കി വയ്ക്കുന്നു. ഇന്ന് വളരെ നിരാശയോടെയാണ് വല കഴുകുന്നതെങ്കിലും വളരെ വൃത്തിയാക്കി മടക്കി വയ്ക്കുന്നതിൽ പത്രോസ് ഒരു മടിയും കാണിച്ചില്ല. ഇന്ന് വലയിലൊന്നും അകപ്പെട്ടില്ല എന്ന് കണ്ട് വലയിൽ ഒരു മത്സ്യവും കയറിയില്ല എന്ന് വെച്ച് ആ വല കീറിക്കളയുകയോ വല എറിഞ്ഞു കളയുകയോ ചെയ്തില്ല. ഇന്ന് മീൻ കിട്ടിയില്ലെങ്കിലും ഇന്ന് വലയിൽ ഒരു മത്സ്യവും അകപ്പെട്ടില്ലെങ്കിലും അത് കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നു. ഇന്ന് മീൻ കിട്ടിയില്ലെങ്കിലും നാളെ കിട്ടിയാലോ നാളെ വല വീശാൻ പാകത്തിൽ അതിനെ വൃത്തിയാക്കി മടക്കി വയ്ക്കാൻ പത്രോസ് ഉത്സുകനായിരുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. ഇന്ന് പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല. ഇന്ന് പ്രാർത്ഥനയിൽ രോഗസൗഖ്യം സംഭവിച്ചില്ല. ഇന്ന് ഉപവാസത്തിൽ വിടുതൽ സംഭവിച്ചില്ല. പക്ഷേ വിശുദ്ധി കുറയ്ക്കരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്, ആത്മീയ തീഷ്ണത കുറയ്ക്കരുത്. നിൻ്റെ വലയിൽ ഇന്ന് ഒന്നും അകപ്പെട്ടില്ലെങ്കിലും വല കീറിക്കളയരുത്, വല നശിപ്പിച്ച് കളയരുത്, എറിഞ്ഞു കളയരുത്. നാളെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. നാളെ പ്രാർത്ഥനയിൽ രോഗസൗഖ്യം സംഭവിക്കും. നാളെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിനായി നമ്മുടെ ആത്മീക വലയെ കഴുകി വൃത്തിയാക്കി വയ്ക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.